അസ്സലാമു അലൈക്കും. മർഹൂം മൊയ്തീൻ കോയ ഹാജിയുടെ 53ാമത് ചരമ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ജനാബ് കെ.ടി. അബ്ദുറഹ്മാൻ മാസ്റ്റർ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ചാന്ദിനി, ബഹുമാന്യനായ വയലിൽ അബ്ദുള്ള കോയ ഹാജി അവർകൾ, മൊയ്തീൻ കോയ ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തിയ മൊയ്തീൻ കുട്ടി മാസ്റ്റർ, യത്തീംഖാന കമ്മിറ്റി ഭാരവാഹികളെ, OSA കമ്മിറ്റി ഭാരവാഹികളെ, ഇന്നത്തെ പരിപാടിയിലെ ആദരവുകൾ ഏറ്റുവാങ്ങാൻ വന്ന പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളെ നാം ആക്കി മാറ്റിയ വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ 53ാമത് ചരമ വാർഷിക അനുസ്മരണത്തിന് വേണ്ടിയാണ്. പ്രിയങ്കരനായ മൊയ്തീൻ കുട്ടി മാസ്റ്റർ വളരെ മികച്ച രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ആ അനുസ്മരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിൽ ഈയിടെ നമ്മോട് വിട പറഞ്ഞ മടവൻ അബ്ദുള്ളയെ അനുസ്മരിക്കലാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. മടവൻ്റെ വേർപാട് ഒരു ആകസ്മിക മരണമാണ്. ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തർക്കും വണരോൾ മടവനെക്കുറിച്ച് അനുസ്മരിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭാര്യ 4 മക്കളാണുള്ളത്. 3 ആൺമക്കളും 1 പെണ്ണും. പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. മടവൻ അബ്ദുള്ള പലരുമായും അടുത്ത് ഇടപഴകിയിരുന്ന ആളാണ്. പലരുമായും ഇടപാടുകൾ ഉണ്ടായിരിക്കാം. ആർക്കെങ്കിലും വലിയ ക്യാഷും തരാനുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് കഴിയാത്ത തുകയാണെങ്കിൽ മടവൻ അബ്ദുള്ളയുടെ ഫോൺ നമ്പറിൽ നിങ്ങളുടെ കൈവശമുണ്ടാവും. അതിൽ വിളിക്കുക. മകൻ ഫോണെടുക്കും. മകനോട് പറയുക, ഈ വിവരം എല്ലാവരോടും ഷെയർ ചെയ്യാൻ എന്നെ ആ മകൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മടവൻ അബ്ദുള്ള അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം എൻ്റെ ബാച്ചുകാരനായതുകൊണ്ടാണ്. 1982 ബാച്ചിലായിരുന്നു അദ്ദേഹം SSLCക്കുണ്ടായിരുന്നത്. എന്നാൽ 1981 ബാച്ചുകാരും 1982 ബാച്ചുകാരും ഞങ്ങളുടെ ബാച്ചിലാണ് എന്ന് പറഞ്ഞ് ചെറിയ തർക്കങ്ങൾ നടക്കാറുണ്ട്. 2 കൂട്ടർക്കും അദ്ദേഹം അവകാശപ്പെട്ടവനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മടവൻ അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിൻ്റെ കുസൃതി കാരണം മർഹൂം വയലിൽ മൊയ്തീൻ കോയ ഹാജി മടവനെ യത്തീംഖാനയിൽ നിന്ന് പുറത്താക്കി. തദ്ഫലമായി നാട്ടിൽ പോവുകയും ചെറിയ ചെറിയ കൂലിവേലകൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള ചില പൗരപ്രമുഖർ മൊയ്തീൻ കോയ ഹാജിയെ ബന്ധപ്പെടുകയും ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി മടവൻ അബ്ദുള്ളയെ യത്തീംഖാനയിൽ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ആ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹം നേരെ വന്നത് ഞങ്ങളുടെ ബാച്ചിലേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ SSLC ബാച്ചിൻ്റെ ജനറൽ ഫോട്ടോയിൽ മടവൻ അബ്ദുള്ള നല്ല അറബികളെ പോലത്തെ ഒരു വട്ടൊക്കെ വെച്ച് ഫോട്ടോ എടുത്തത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മടവൻ അബ്ദുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധം സ്ഥാപിച്ച ഒരാളായിരുന്നു. ഞാൻ വണ്ടൂർ സ്കൂൾ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. ഞാൻ വയനാട് മേപ്പാടി സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ കരുളായി സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കോൺടാക്റ്റ് നമ്പറുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ വാട്സപ്പ് കൂട്ടായ്മ വരുന്നതിന് മുമ്പ് നമ്മളെ തമ്മിൽ കോർത്തിണക്കിയിരുന്ന ഒരു വലിയ കണ്ണി തന്നെയാണ് മടവൻ അബ്ദുള്ള. മടവൻ അബ്ദുള്ളനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മെഴുകുതിരി പോലെയായിരുന്നു. മറ്റുള്ളവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് താൻ അലിഞ്ഞു പോകുന്ന ഒരു സേവന പ്രവർത്തകനായിരുന്നു മടവൻ അബ്ദുള്ള. നമ്മുടെ കൂട്ടത്തിലുള്ള വളരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉള്ളവരോട് കാര്യങ്ങൾ പറയുകയും അവർക്ക് വേണ്ട
സഹായം ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു മഹത്തായ ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഉംറ വിസ എടുത്ത് ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പച്ചപിടിക്കാതെ തിരിച്ചു വരികയും തുടർന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ വാർഡനായി ജോലി ചെയ്യുകയും ചെയ്തു. കുറേ കാലം ആ ജോലി ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കി പിന്നീട് അദ്ദേഹം മുക്കം മുസ്ലിം അനാഥശാലയുടെ റിസീവറായിട്ട് പ്രവർത്തിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന പഞ്ചസാര ബിസിനസ്സുകാർ അവരുടെ ചരക്കുകളൊക്കെ വിവിധ കടകളിൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. അവിടെയെല്ലാം പോയി ക്യാഷ് സ്വരൂപിച്ചു കൊണ്ടുവരുന്ന ഒരു കളക്ഷൻ ഏജൻ്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. മടവൻ അബ്ദുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മ സുസജ്ജമാക്കുന്നതിന് നമ്മളെ സഹായിച്ചത് കൊണ്ട് തന്നെ നമ്മളിടയിലുള്ള സ്നേഹവും കൂട്ടായ്മയും ദൃഢമാക്കാൻ മടവൻ അബ്ദുള്ളൻ്റെ അത്ര ഇടപഴകിയ ഒരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞ് വിവരമറിഞ്ഞത് എല്ലാവരും ഒരു നെട്ടലോടെയാണ്. ധാരാളം ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മഹഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന അവരെയെല്ലാം ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് ബലം നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ TP മുഹമ്മദ് അവർകൾ, അതേപോലെ തന്നെ നമ്മുടെ മറിയ, അവർ മടവൻ അബ്ദുള്ളയെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടിയിരിക്കാൻ ഒരു സ്ഥല സൗകര്യം ഒരുക്കി തന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതാണ്. രണ്ടുപേരെയും ഇത്തരത്തിലുള്ളൊരു നല്ല പ്രവർത്തനത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ നമ്മളുടെ ഇടയിലുള്ള ഒരു വലിയ കണ്ണി നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നികത്താനാവാത്ത വിടവാണ്. മടവന് തുല്യം ആരെന്ന് ചോദിച്ചാൽ അത് മടവൻ തന്നെയുള്ളൂ എന്നതാണ് വസ്തുത. ഏതായാലും ഈ വേളയിൽ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെയും മടവൻ അബ്ദുള്ളയെയും സർവശക്തൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സമയത്ത് നമുക്ക് വിശദമായി സംസാരിക്കാം. ഇത് വളരെ വൈകിയ ഒരു സമയമായതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക്സ് എ ലോട്ട്.